പുതിയ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണ്. നാളെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് അടച്ചിട്ട കോടതി മുറിയിൽ വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അല്പം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പുതിയൊരു ആവശ്യവുമായി ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് BNSലെ 366 വകുപ്പ് പ്രകാരമാണ് ഇത്തരം ഒരു അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷയിൽ പറയുന്നത് നാളെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. ഈ കേസ് ഹർജി പരിഗണിക്കുമ്പോൾ അത് അടച്ചിട്ട മുറിയിൽ വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകരും ഉദ്യോഗസ്ഥരും ജഡ്ജിയുമല്ലാതെ മറ്റാരും തന്നെ കോടതി മുറിയിൽ പാടില്ല എന്നാണ് ആവശ്യപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ BNS 366 പറയുന്നത് മാധ്യമപ്രവർത്തകർക്കടക്കം ആർക്കും തന്നെ ഇതിൻ്റെ അകത്ത് പ്രവേശനം ഉണ്ടാവുകയില്ല. മാത്രമല്ല ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനും വലിയ തടസ്സമുണ്ട്. ഇത് ജുഡീഷ്യൽ ഓഫീസർക്ക്, ഈ ഹർജി കേൾക്കുന്ന ജുഡീഷ്യൽ ഓഫീസർക്ക് ഒരു വിവേചന അധികാരമുണ്ട്. ഒന്നുകിൽ ഈ പ്രതിയുടെയോ അല്ലെങ്കിൽ ഇരയുടെയോ തന്നെ ഒരു പേരോ ഒന്നും തന്നെ പരാമർശിക്കാതെ പൂർണ്ണമായും ഇത് റിപ്പോർട്ടിങ്ങിന് വിലക്ക് ഏർപ്പെടുത്താം. അതല്ലെങ്കിൽ പ്രതിയുടെ മാത്രം ആ പേര് കൊടുക്കാൻ അനുവദിക്കാം. ഇത്തരത്തിൽ പൂർണ്ണ വിവേചന അധികാരം ജുഡീഷ്യൽ ഓഫീസർക്ക് നൽകുന്ന ഒരു വകുപ്പാണ് BNS 366 എന്ന് പറയുന്നത്. നിലവിൽ പക്ഷേ ഈ ഹർജിയിൽ പ്രത്യേകിച്ച് നിലവിൽ ഈ രഹസ്യ മുറിയിൽ അടച്ചിട്ട മുറിയിൽ നടത്തണമെന്നല്ലാതെ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഈ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ജുഡീഷ്യൽ ഓഫീസർക്ക് പൂർണ്ണമായും ഈ വാർത്ത നൽകുന്ന ഇതുമായി ബന്ധപ്പെട്ട കോടതി നടപടികളോ വാർത്തയോ നൽകുന്നതിനും മാധ്യമങ്ങളെ വിലക്കാനുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെയുണ്ട്. പ്രതിയുടെ പോലും പേര് നൽകാൻ പാടില്ല. ഇതെല്ലാം തന്നെ വിവേചന അധികാരത്തിൽപ്പെട്ട പെട്ടു മാപ്രകള് 8 നിലയിൽ പെട്ടിരിക്കുകയാണ്. മൂഞ്ചി എന്ന് പറഞ്ഞാൽ അടപടലം മൂഞ്ചി എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. നല്ല കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു ചടുലമായ ഒരു നീക്കമാണ്. ആ നീക്കം എന്ന് പറയുന്നത് ഇന്നിപ്പോ കോടതിയിൽ നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ അടച്ചിട്ട മുറിയിലായിരിക്കണം ഈ പറയുന്ന ജാമ്യാപേക്ഷ വാദം കേൾക്കേണ്ടത് എന്ന് കോടതിക്ക് മുന്നിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ. BNS 366 ഭാരതീയ ന്യായ സംഹിത, ഇത് 366 വകുപ്പ് ഇതിൽ പ്രയോഗിക്കണം എന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 366 ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ 366 രാഹുൽ പറഞ്ഞ ആവശ്യം കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തകൾ നൽകുവാനും രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് പോലും ഇരയുടേത് അല്ലെങ്കിലേ പരാമർശിക്കാൻ പറ്റില്ല. ഇനി രാഹുൽ മാങ്കൂട്ടം പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന കുറ്റാരോപിതനായ രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് പോലും മാധ്യമങ്ങളിൽ ഉച്ചരിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് രാഹുൽ ആവശ്യപ്പെടുന്നതും. കാരണം ഈ വേട്ടയാടലുകൾ അവസാനിപ്പിക്കണം, അല്ലെ? ഈ പച്ചയിറച്ചി കൊത്തി തിന്നുന്ന ഈ ഏർപ്പാട് നിർത്തണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് BNS 366 എടുത്തിരിക്കുന്നത്. അപ്പൊ BNS 366 ആവശ്യം അത് ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചു കൊടുത്താല് പിന്നെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെയാകും, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാൻ പറ്റാതെയാകും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവർ അകത്താകും. ഏതുപോലെ നമ്മളിപ്പോ ഇരയുടെ പേര് പറയാ എന്ന് കരുതുക. ഇരയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അകത്താകുന്ന ഏർപ്പാടാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അകത്താകും. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഈ ചർച്ച ഇവിടെ ഉണ്ടാകാൻ പാടില്ല. പെട്ടു ഗെയ്സ് പെട്ടോ, 8 നിലയിൽ പെട്ടോ, ഗെയ്സ് പെട്ടോ, 8 നിലയിൽ പെട്ടോ, മാപ്രകൾ പെട്ടോ, മൂഞ്ചി അടപടലം മൂഞ്ചി. കാരണം എന്താ? കാരണം ഇനി തുടങ്ങി. ഇനി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല. ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് പോലും പറയാൻ പറ്റില്ല. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. നാളെ ഇപ്പോ ഈ പറയുന്ന കോടതി രാഹുലിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ അപേക്ഷ അത് പരിഗണിക്കാനിരിക്കുകയാണ്. നാളെയാണ് ബുധനാഴ്ച. രാഹുൽ ഓൾറെഡി 2 ഘട്ടമായിട്ട് കോടതിക്ക് മുന്നിൽ സീൽഡ് കവറിൽ ചില വ്യക്തമായ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഈ തെളിവുകൾ തനിക്കെതിരെ നടന്നിരിക്കുന്ന ആ ഗൂഢാലോചനയെ കുറിച്ചുള്ള തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടം കോടതിക്ക് മുന്നാകെ ഹാജരാക്കിയിട്ടുള്ളത്. അതിൽ ഒരുപാട് തെളിവുകളുണ്ട്. പല ദിശയിലേക്ക് ഈ കേസിനെ കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ രാഹുൽ മാങ്കൂട്ടം കൈമാറി. അത് കഴിഞ്ഞ് ഇപ്പൊ ഇന്ന് രാഹുലിന്റെ അഭിഭാഷകൻ അതിനേക്കാൾ കുശാഗ്ര ബുദ്ധിയോടുകൂടി വലിയ ഒരു നീക്കം കൂടി നടത്തിയിരിക്കുന്നു. BNS 366 എന്ന് പറഞ്ഞാൽ
നാളെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തില് കോടതിയിൽ അഭിഭാഷകരും ആ കോടതിയിലെ ജീവനക്കാരെന്ന് പറയുന്ന ആളുകളും അന്വേഷണ ഉദ്യോഗസ്ഥരും എന്ന് പറഞ്ഞാൽ ഈ കേസുമായി ബന്ധമുള്ള ആളുകളല്ലാത്ത മാധ്യമങ്ങൾ അടങ്ങുന്ന ഒരു കുട്ടിയും ആ കോടതി മുറിയിൽ ഉണ്ടാവരുത് എന്നുള്ള ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടം കോടതിക്ക് മുന്നാകെ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം BNS 366 എന്നുള്ള ഒരു വാക്ക് കൂടി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. BNS 366 എന്ന് പറഞ്ഞാൽ അത് ഈ BNS 366 വെച്ചിട്ട് കോടതി, അതായത് ജഡ്ജി, ഈ ജഡ്ജിക്ക് ഒരു പ്രത്യേക അധികാരം, വിവേചനാധികാരം, അത് ഓരോ കേസിനനുസരിച്ചും ജഡ്ജിക്ക് അയാളുടേതായ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. ആ തീരുമാനം ഈ പറയുന്ന രീതിയിൽ മാധ്യമങ്ങൾ ഇരയുടെ പേര് മാത്രമല്ല കുറ്റാരോപിതന്റെ പേര് പറയാൻ പാടില്ല, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ 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 വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും, പേര് പറയാൻ പാടില്ല, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടം കടക്കുന്നത്. ഇപ്പോ ഇതെന്താണെങ്കിലും മാപ്രകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഞെട്ടൽ അവർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനപ്പുറം വലിയ ഒരു കുരുപൊട്ടലിനുള്ള ഒരു സാധ്യതകൾ ഇനി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം നാളെ ഇനി ഈ പറയുന്ന രീതിയിൽ വലിയ വാർത്തകളൊന്നും നൽകാൻ പറ്റില്ല, രാഹുലിന്റെ പേര് പറയാൻ പറ്റില്ല, രാഹുലിന്റെ ചിത്രം ഉപയോഗിക്കാൻ പറ്റില്ല, ഇതൊന്നും പറ്റില്ല. കോടതി അത്തരത്തിലൊരു എങ്ങനെ ഈ കാര്യത്തെ, രാഹുലിന്റെ ആവശ്യത്തെ കോടതി എങ്ങനെ സമീപിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പക്ഷേ കോടതി രാഹുലിന്റെ ആവശ്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞാല് കാര്യങ്ങൾ കുഴഞ്ഞു മറിയും. ഇതിനുള്ള കാരണം എന്താ കുഴഞ്ഞു മറിയാൻ? എല്ലാ കാരണം എന്ന് പറയുന്നത്, ഒന്ന്, രാഹുൽ എന്ന് പറയുന്നത് ഒരു മറയാണ്, വിജയന്റെ കൊള്ളരുതായ്മകൾ മറച്ചു പിടിക്കാനുള്ള മറ. ആ മറ, രാഹുലിന്റെ പേര് പറയാൻ പറ്റില്ല, ഈ പറയുന്ന ഫോട്ടോ വെക്കാൻ പറ്റില്ല, ദൃശ്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന മറ ഇല്ല, മറ പോയി. മറ എന്ന് പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടമാണ്. അയാളുടെ പേരും ചിത്രവും ഇല്ലെങ്കിൽ ആ മറ ഇല്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ വ്യൂവർഷിപ്പാണ്, ഇവരുടെ TRP റേറ്റിംഗ് ആണ്. അതിനുവേണ്ടി ഇവർ രാഹുലിനെ ഇങ്ങനെ കൊത്തിക്കീറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതൊക്കെ തകർന്ന് തരിപ്പണമാകുമെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാല് കേസ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ വളരെ 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 ചടുലമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ചടുലമായ നീക്കം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്തരത്തിൽ മുമ്പ് പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ആവശ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്കൊന്നും സമാനമായ ആരോപണങ്ങളിലുള്ള കേസുകളൊന്നും പോയിട്ടില്ല. പക്ഷെ രാഹുല് എന്ന് പറഞ്ഞാല് രാഹുലിന് ഈ വ്യക്തമായ അറിവുകളുണ്ട്. ഈ നിയമങ്ങളെ കുറിച്ചും ഇതിന്റെ ഉപയോഗത്തെ കുറിച്ചും ഒക്കെ വ്യക്തമായ അറിവുകളുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ രാഹുൽ എടുത്ത് ഉപയോഗിക്കുന്നതും. മാപ്രകൾ ഇങ്ങനെ കൊത്തിക്കേറുന്നത് അവസാനിപ്പിക്കണം. കാരണം രാഹുൽ അത് പറയുമ്പോൾ തനിക്കെതിരെ ഗൂഢാലോചനയാണ് എന്നാണ് ജാമ്യാപേക്ഷയിൽ ആദ്യം തന്നെ രാഹുൽ പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ്. ആ ഗൂഢാലോചനയുടെ ഫലം അതിൽ ഒരു മാധ്യമ മുതലാളി അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനത്തിന്റെ മേധാവി കൂടി ഉണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ ഗൂഢാലോചന അംഗീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കോടതിക്ക് ഈ പറയുന്ന BNS 366 അംഗീകരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അംഗീകരിക്കേണ്ടതായിട്ട് വന്നാൽ മാപ്രകൾ മുട്ടും, 8 നിലയിൽ മുട്ടും. ഇനി രാഹുലിന്റെ പേര് പറയാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞ കേസ് പരാതി കൊടുത്തതോടുകൂടി രാഹുലിന് കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടി വന്നാലും കാര്യങ്ങൾ രാഹുലിന് അനുകൂലമാവുകയാണ്. രാഹുൽ മാറി നിന്നത് വെറുതെ ചുമ്മാ പോയിട്ട് ഈ പറയുന്ന ജയിലിനകത്ത് കിടക്കാൻ കഴിയില്ല എന്ന് കണ്ടിട്ട് തന്നെയാണ്. കാരണം അങ്ങനെ കിടക്കേണ്ടി വന്നാൽ അയാൾക്കറിയാം ചിലപ്പോൾ അത് 1 മാസം, ചിലപ്പോൾ 2 മാസം, അങ്ങനെ വലിയൊരു കാലയളവിലേക്ക് ഈ പറയുന്ന ജയിൽവാസം നീങ്ങാൻ സാധ്യതയുണ്ട്. കാരണം പിന്നീട് ജാമ്യം ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ പിടി കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് രാഹുൽ മാറി നിൽക്കാനുള്ള കാരണം. അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നാലും പരാതി കൊടുത്തതോടുകൂടി കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. പരാതി കൊടുത്തതോടുകൂടി ഈ കാര്യത്തില് ചില വെളിപ്പെടുത്തലുകളും ചില ആളുകളുടെ ഈ പറയുന്ന എക്സ്പീരിയൻസും അവരുടെ അറിവുകളും ഒക്കെ പുറത്തേക്ക് വന്നതോടുകൂടി കേസ് മറ്റൊരു ദിശയിലേക്ക് മറിയുക. പലരും രാഹുലിനെ പ്രതികൂലിച്ചവര് രാഹുലിനെ അനുകൂലിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ കേസ് അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തലതിരിയുന്ന ഒരു 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 അന്തരീക്ഷമാണ്, ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ ഇപ്പൊ ഈ രാഹുൽ 2 ഘട്ടമായിട്ട് വെള്ളിയാഴ്ച ആദ്യം ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത് വെള്ളിയാഴ്ചയാണ്.
വെള്ളിയാഴ്ച ജാമ്യാപേക്ഷ പറയുന്നു, ശനിയാഴ്ച ആദ്യഘട്ടം തെളിവുകൾ സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രണ്ടാമതും വീണ്ടും തെളിവുകൾ സമർപ്പിക്കുന്നു. ഇന്ന് രാവിലെ ആയപ്പോ എന്തായി, രാഹുൽ വീണ്ടും കളം ഒന്നും കൂടി മാറ്റി ചവിട്ടി എന്ന് പറഞ്ഞാൽ ഇത്ര നേരം പ്രതിരോധത്തിൽ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അക്രമത്തിലേക്ക്, അറ്റാക്കിങ്ങിലേക്ക് കളിയുടെ ഒരു രീതി മാറ്റി എന്നുള്ളതാണ്. കാരണം ഫസ്റ്റ് ഹാഫില് പ്രതിരോധത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതെങ്കിൽ ഡിഫൻസിങ്ങിലേക്ക്, ഒരു ഡിഫൻസീവ് മെത്തേഡിലേക്കാണ് രാഹുൽ പോയിരുന്നതെങ്കിൽ ഇപ്പോ സെക്കൻഡ് ഹാഫിലേക്ക് വന്നതോടുകൂടി, സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തോടു കൂടി തന്നെ രാഹുൽ അറ്റാക്കിംഗ് ശൈലിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. ഇനി ആക്രമിച്ച് കളിച്ചാൽ മാത്രമേ ഇനി വിജയം കണ്ടെത്താൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ ഈ 2 ഘട്ടമായിട്ട് തെളിവുകൾ ഹാജരാക്കുന്നു. അത് കഴിഞ്ഞ് 3-ാം ഘട്ടത്തിൽ BNS 366 ആവശ്യം ഉന്നയിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോ ഇനി ഈ ആവശ്യങ്ങളും ഈ കോടതി എങ്ങനെ ഇതിനെ പരിഗണിക്കുമെന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. പക്ഷെ കോടതി പരിഗണിക്കാതെ തള്ളിക്കളയാൻ കോടതിക്ക് എന്തായാലും സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കോടതി കടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മാപ്രകളുടെ അണ്ണാക്കിൽ വെടിപിടിച്ചതിന് തുല്യമാകും ഇപ്പോഴത്തെ ഈ രാഹുലിന്റെ നീക്കം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ ഈ പൊടിപ്പും തുങ്ങലും വെച്ചിട്ടുള്ള ഈ ഗർഭവും അവിഹിതവും ഗർഭഛിദ്രവും ഒന്നും ഇനി വില പോകില്ല. ആ വാർത്തകൾ, ആ രീതി, അല്ലെങ്കിൽ ആ ഒരു ഘട്ടം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാളത്തോടു കൂടി അവസാനിക്കാൻ പോവുകയാണ്. അവസാനിപ്പിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് തന്നെ അതിന് പറയേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു പഴുതുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം കൂടി ഉണ്ട്. തന്നെ അങ്ങനെ കൊത്തിക്കീറാൻ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. തനിക്കതിനെ നിയമപരമായിട്ട് നേരിടാം. തൻ്റെ പേര് പറയുന്നതിനും തൻ്റെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിനും തന്നെ ഈ പറയുന്ന വേട്ടയാടാനും ഞാൻ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു നിയമം കൂടി, അത് നിയമം തന്നെ തനിക്ക് അവകാശം നൽകുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ BNS 366 എടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടം പ്രയോഗിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന അവിഹിതവും ഈ ഗർഭവും ഗർഭഛിദ്രവും ഒക്കെ നാളത്തോടു കൂടി അവസാനിക്കുമെന്നുള്ളതാണ്. രാഹുൽ കേസ് ഇവിടെ അതിൻ്റെ നേരായ പാതയിലേക്ക്, അതിൻ്റെ ശരിയായ ദിശയിലേക്ക്, നിയമത്തിന്റെ വഴിയിലൂടെ ഇനി അങ്ങോട്ടാണ് ഈ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇത്രയും ദിവസം മാപ്രകളുടെ സ്റ്റോറി, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ സ്ഥാപനത്തിന്റെ താല്പര്യങ്ങൾ, അവരുടെ PR ഏജൻസികളുടെ താല്പര്യങ്ങൾ ഒക്കെ കണക്കിലെടുത്തുള്ള വാർത്തകളായിരുന്നു ഇത്ര ദിവസം മുമ്പിൽ വന്നത്. ഇനി അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ. ഇനി ഇത് നിയമത്തിന്റെ വഴിയിലൂടെ മാത്രമേ ഈ കേസുമായി മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം ഈ കേസിനെ കൊണ്ടുചെന്നെത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരികയാണ്.